കെ എം സുപി, സാധാരണ രീതിയിൽ കോൺഗ്രസും ലീഗും തുല്യശക്തികളോ അല്ലെങ്കിൽ ലീഗ് ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന മേഖലകളിൽ ഇത്തരത്തിലുള്ള അസഹിഷ്ണുത ഇരു പാർട്ടികളിൽ നിന്നും, കോൺഗ്രസിൻ്റെ പ്രവർത്തകരിൽ നിന്നും ലീഗ് പ്രവർത്തകരിൽ നിന്നും ഉണ്ടാവാറുണ്ട്. കണ്ണൂർ ജില്ലയിൽ ലീഗ് ശക്തി പ്രാപിക്കുന്നതിലുള്ള അസഹിഷ്ണുതയാണ് പ്രാദേശികമായ ഇത്തരം പ്രശ്നങ്ങൾക്ക് പിന്നിലെന്ന് കരുതുന്നുണ്ടോ? എന്ന് ഞാൻ കരുതുന്നില്ല. ഇത് മിസ്റ്റർ സുധാകരൻ പറഞ്ഞതുമാതിരി കരിയാത്ത ഏതാനും പ്രവർത്തകന്മാരുടെ ഒരു അച്ചടക്ക രാഹിത്യവും ദാക്ഷ്യവും മാത്രമാണ്. അത് പ്രാദേശികമായി പരിഹരിക്കാൻ ലീഗിന് തന്നെ മുൻകൈ എടുത്തുകൂടെ? ലീഗിന് ഇപ്പോഴേ ലീഗിന് മുൻകൈ എടുത്തുകൂടെ? കാരണം ലീഗിന് അടികൊണ്ടിരിക്കുക, ആ വേദന തീരണമല്ലോ. പക്ഷേ ജില്ലയിലെമ്പാടും എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും മറിച്ചുള്ള അവിശ്വാസ നീക്കങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അത് മുന്നണി ബന്ധത്തെ കാര്യമായി ബാധിക്കില്ലേ? മുന്നണി ബന്ധത്തെ ബാധിക്കുമെന്ന് നമ്മൾ ഭയപ്പെടേണ്ടതാണ്. ശ്രീ സുരേന്ദ്രൻ, കെ എം സുപി പറയുന്നത് പ്രകാരം തെരഞ്ഞെടുപ്പ് അടുക്കാൻ പോകുന്നു. ഇത്തരത്തിൽ മുന്നണി ബന്ധത്തെ ബാധിക്കുന്ന രീതിയിൽ ഇരു പാർട്ടികളും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത വളരുന്നത് തടയേണ്ടതാണ്. അതിന് സംസ്ഥാന നേതൃത്വം ഇടപെടേണ്ടതുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? കണ്ണൂർ ജില്ലയിലെ UDFന്റെ ബന്ധം, പ്രത്യേകിച്ച് മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലുള്ള ബന്ധം ദൃഢമാണ്. അതിൻ്റെ അകത്ത് ആ സുദൃഢമായ ബന്ധത്തിന്റെ അകത്ത് ഒരു പോറൽ പോലും വരില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഏതാനും 3-4 പഞ്ചായത്ത് മെമ്പർമാരുടെ തെറ്റായ ധിക്കാരപരമായ അഹന്തയുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തിന് വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിച്ചതിന്റെ പേരിൽ ഉണ്ടായിരിക്കുന്ന ഈ വിഷയത്തിന്റെ മേലെ വർഷങ്ങളോളം പഴക്കമുള്ള കോൺഗ്രസും ലീഗും തമ്മിലുള്ള ബന്ധത്തിന്റെ അകത്ത് ഒരു പോറലും വരാനിടയില്ല. വളരെ ആത്മസംയമനം പാലിക്കുന്ന ദീർഘവീക്ഷണത്തോടു കൂടി UDFനെ കൊണ്ടുപോകുന്ന നേതൃത്വമാണ് കണ്ണൂരിൽ UDFനും കോൺഗ്രസിനും ഉള്ളത് എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അതിലൊന്നും ഒരു പോറൽ വരാതിരിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് രണ്ടുപേരും വളരെയേറെ ആത്മാർത്ഥമായ ശ്രമങ്ങൾ ഈ വിഷയത്തിനകത്ത് നടന്നിരിക്കുന്നത്. പക്ഷേ തികച്ചും അധികാരത്തിന്റെ ആർത്തി പൂണ്ട ഏതാനും ആളുകൾ ചേർന്നുണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു വിഷയം ആരുമായി ചേർന്നിരിക്കുന്നത്? എന്തുകൊണ്ടാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയെ പിരിച്ചുവിട്ടത്? മാർക്സിസ്റ്റ് പാർട്ടിയുമായി ഉണ്ടാക്കിയ ധാരണയാണ് ഇതിനകത്ത് ഏറ്റവും കാതലായ പ്രശ്നം. ഇവിടെ ലീഗും കോൺഗ്രസും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയല്ല ചർച്ച. ആരുമായാണ് ഇവർ ഈ ആളുകൾ, കോൺഗ്രസിലുള്ള 3 പഞ്ചായത്ത് മെമ്പർമാർ, അവിടുത്തെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആരുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ധാരണ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രയാസം ഉണ്ടാക്കിയിരിക്കുന്നത്. കെ സുരേന്ദ്രൻ, ഒരു ഉന്നത നേതൃത്വത്തിന്റെ മനസ്സറിവില്ലാതെ ഒരു പ്രാദേശിക നേതൃത്വം ഇത്രയും ധിക്കാരപരമായ ഒരു നിലപാട് സ്വീകരിക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? കണ്ണൂർ ജില്ലയിലെ ഒരു ഉന്നത നേതൃത്വത്തിന്റെ പിന്തുണയില്ല. അതെല്ലാം വെറുതെ ആ രീതിയിലൊന്നും നിങ്ങൾ ആര് ശ്രമിച്ചിട്ടും ഒരു പ്രയോജനവുമില്ല. കണ്ണൂരിലെ കോൺഗ്രസ് ഈ വിഷയത്തിലൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെയുള്ള പോരാട്ടത്തിൽ കണ്ണൂരിൽ കോൺഗ്രസ് ഒറ്റക്കെട്ട. അത് ഇതുമായി ബന്ധപ്പെട്ടവർ മനസ്സിലാക്കണം. മറ്റേത് വിഷയത്തിന്റെ പേരിൽ നിങ്ങൾക്ക് പറയാം, മറ്റേത് കാര്യങ്ങളും പറയാം. പക്ഷേ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനം കണ്ണൂരിൽ ഏതെങ്കിലും കോൺഗ്രസ് നേതാവ് എടുത്താൽ, ഒരുപാട് ഉദാഹരണം കണ്ണൂരിലുണ്ടല്ലോ, എത്രയോ ഉദാഹരണങ്ങൾ ഉള്ള മണ്ണാണ് കണ്ണൂരിന്റെ മണ്ണ്. അതുകൊണ്ട് കണ്ണൂരിൽ CPMവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു കോൺഗ്രസ് പ്രവർത്തകൻ, ഏതെങ്കിലും ഒരു പഞ്ചായത്ത് മെമ്പർ അതുപോലുള്ള അവിഹിതമായ ബന്ധം പുലർത്തിയാൽ അവർ ഈ പാർട്ടിയിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതല്ലാതെ ലീഗും കോൺഗ്രസും, ലീഗിന് വലിയ വേദന ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും. ഞങ്ങൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി എടുത്ത ഈ ധീരമായ നടപടി എന്ന് തന്നെ ഞാൻ വിശേഷിപ്പിക്കുന്നു. മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയെ പിരിച്ചുകൊണ്ടുള്ള നടപടിയിൽ മുസ്ലിം ലീഗിന്റെ ജില്ലാ നേതൃത്വം ആ വിഷയത്തിന്റെ അകത്ത് അഭിനന്ദനം അറിയിച്ചുകൊണ്ട് പോലും എനിക്ക് കത്ത് തന്നിട്ടുണ്ട്. കാരണം അത് വലിയൊരു വിഷയമാണ് എന്ന് അവർക്കറിയാം. ഞങ്ങൾ മുന്നണി ബന്ധത്തെ ഉടക്കുന്ന ഒരു നടപടിയിലേക്കും പോയിട്ടില്ല. അത് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിന് നന്നായി അറിയാം. അതിലൊക്കെ വലിയ പങ്ക് വഹിക്കുന്ന ഒരാളാണ്. ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഓടിയെത്തി കാര്യങ്ങൾ നിർവഹിക്കുന്ന ആളുകളാണ് ജില്ലയിലെ ലീഗിന്റെ നേതൃത്വം. ബഹുമാന്യനായ ശ്രീ കെ എം സുപി XMLA ഉൾപ്പെടെയുള്ള ആളുകൾ, അത് അബ്ദുൽ ഖാദർ മൗലവിയാകട്ടെ, അബ്ദുറഹ്മാൻ കല്ലായി ആകട്ടെ, അതുമായി ബന്ധപ്പെട്ട ആളുകളെല്ലാം തന്നെ ഈ വിഷയത്തിന്റെ അകത്ത് വലിയ താല്പര്യം എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ് എന്നാണ് എന്റെ വിശ്വാസം. റൈറ്റ്. കെ എം സുപി, തെരഞ്ഞെടുപ്പിന് മുൻപും ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനാണോ ലീഗിന്റെ തീരുമാനം? അവിടെയൊന്നും ഞങ്ങൾ എത്തിയിട്ടില്ല. ആ കാര്യം ആലോചിക്കുന്നിടത്ത് ലീഗ് എത്തിയിട്ടില്ല. കോൺഗ്രസിലെ ഏതെങ്കിലും നേതാക്കളോ അല്ലെങ്കിൽ ഉന്നത നേതാക്കളിൽ ആരെങ്കിലും ഈ പറഞ്ഞ വിഭാഗത്തെ പിന്തുണയ്ക്കുന്നതായി താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ? ഞങ്ങൾക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. അങ്ങനെ ഒരു ആക്ഷേപം ഞങ്ങൾ ഉന്നയിച്ചിട്ടുമില്ല. റൈറ്റ്. ഒരു കേവലം അധികാരക്കൊതി മാത്രമാണോ ഈ പ്രാദേശികമായ നേതാക്കളുടെ ഇത്തരത്തിലുള്ള
നീക്കങ്ങൾക്ക് പിന്നിൽ? പൂർണ്ണ വിശ്വാസവും സംതൃപ്തവുമാണ്. ഇത് സ്വകാര്യം പറഞ്ഞ പ്രാദേശികമായ മൂന്നാല് ആളുകളുടെ അധികാര കൊതിയും ദാർഢ്യവും മാത്രമാണ്. പക്ഷെ അത് കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിലെ UDF-നെ കാര്യമായി ബാധിക്കും പരിഹരിച്ചില്ലെങ്കിൽ എന്നേ ഞങ്ങൾ ഇപ്പം പറയുന്നുള്ളൂ. കെ സുരേന്ദ്രൻ, കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിൽ മാത്രമാണ് ഇപ്പോൾ പ്രശ്നം. ആ പ്രശ്നം ബാക്കിയുള്ളയിടങ്ങളിലേക്ക് ബാധിക്കാതെ നോക്കേണ്ടത് കോൺഗ്രസ് നേതൃത്വമാണെന്ന സൂചനയാണ് KMSP നൽകുന്നത്. തീർച്ചയായിട്ടും ഒരു പഞ്ചായത്തിലെ ഒരു ചെറിയ പ്രശ്നമായാൽ പോലും അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ താല്പര്യം. അതിനുവേണ്ടിയുള്ള ശ്രമകരമായ പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. അതിന്റെ നാന്ദി തന്നെയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്ന നടപടിയല്ല. വളരെയധികം നന്ദി കെ സുരേന്ദ്രൻ, KMSP ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്, പ്രതികരിച്ചതിന്. ന്യൂസ് റിലീസ് പൂർണ്ണമാകുന്നു. ശുഭരാത്രി.